കൺട്രോൾ ചെയ്യാൻ പാടുപെടുന്നതായിരിക്കുന്ന ഒരു പാട്ട്. ഈ അടുത്തിടെ കുട്ടികളുടെ ആ ഒരു പാട്ടിൻ്റെ മത്സര പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഞാൻ ആ പാട്ട് ആദ്യമായിട്ട് കേട്ടത്. ആ പാട്ട് കേട്ട സമയത്ത് ആ കുട്ടി പാടിയപ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിൽ പോലും ഒരു വിങ്ങൽ ഫീൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ അച്ഛൻ്റെ ഓർമ്മ, അച്ഛൻ കൊണ്ട് നടക്കുന്നത് എടുക്കുന്നത് എല്ലാം എനിക്ക് ഓർമ്മ വന്നു പോയി. അച്ഛൻ മുടി കെട്ടിത്തരുന്നത്, അച്ഛൻ ചായ കാപ്പി ഉണ്ടാക്കി തരുന്നത്, സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അച്ഛൻ കാത്തു നിൽക്കുന്നത്, അങ്ങനെ ഒരു 100 കൂട്ടം ഫീലിങ്സ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ ആ പാട്ട് ആ സമയത്ത് പാടുന്ന സമയത്ത് ആ അച്ഛൻ്റെ മനസ്സിൽ ആ കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഹിസ്റ്ററി അങ്ങ് പാഞ്ഞു പോവുകയാണ്. എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലെ ഇമോഷൻസിനെ യാതൊരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റിംഗ് നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അങ്ങനെയാണ് ആ അച്ഛൻ്റെ മരണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്നേഹക്കുറവ് കൊണ്ടല്ല മരിച്ചത്, സ്നേഹ കൂടുതൽ കൊണ്ട് മരിച്ചുപോയി, തൻ്റെ ഹൃദയത്തിലെ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട്. അതുകൊണ്ട് ഏതൊരു ഇമോഷൻസ് ആണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു വികാരമാണ്. പല ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ നല്ല ഫ്രണ്ട്സായി ലവേഴ്സായി ജീവിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുക്കുന്ന ഒരാൾ മറ്റൊരാളെ ചതിച്ചു പോകുമ്പോൾ, ഈ സ്നേഹത്തിലെ വഞ്ചന താങ്ങാൻ പറ്റാതായി പോകുമ്പോൾ, എനിക്കിനി ഭൂമിയിൽ